Hi guys, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വിവോ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത അവരുടെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോണായ വിവോ X80ന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇതിൻ്റെ ഷോർട്ട് റിവ്യൂ ആണ് നോക്കുന്നത്. ഇനിഷ്യൽ ആയിട്ടുള്ള ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും നോക്കുന്നില്ല. ഹൈലൈറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസും ഇതിൻ്റെ പ്രൈസിങ്ങും ഇന്ത്യയിലേക്ക് ഇത് ലോഞ്ച് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് വരുന്ന ഒരു ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തി വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്മാർട്ട് ഫോൺസ് ലോഞ്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോസ് കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓളമർത്തി വയ്ക്കുക. അപ്പോൾ നേരെ നമുക്ക് ഇതിൻ്റെ ബോക്സ് അൺബോക്സ് ചെയ്തതിന് ശേഷം ബോക്സിനകത്ത് കിട്ടുന്ന കണ്ടൻസും കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണാണ് ഫുഡിലേക്ക് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ നമുക്ക് ഡിസ്പ്ലേ ഫേസ്ഡ് ആയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ. എക്സാക്ട്ലി നമ്മുടെ വിവോ X80 സീരീസിൽ കണ്ട സെയിം ക്യാമറ ഡിസൈൻ, അതായത് ആ ഒരു സർക്കുലർ ക്യാമറ ഡിസൈനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നേരെ നമുക്ക് സ്മാർട്ട് ഫോൺ സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം ബോക്സിനകത്ത് ഇനി എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. സോ ബോക്സിൻ്റെ അകത്ത് നമുക്ക് താഴ്ഭാഗത്ത് നിന്നാണ് നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കണ്ടൻസും കാര്യങ്ങളും നോക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചാർജർ ഇവിടെ ഇരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതൊരു 80 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് നമുക്ക് ഇവിടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബോക്സിൻ്റെ കൂടെ ഈ ഒരു ചാർജർ 100% കയറാൻ വേണ്ടിയിട്ട് ഏകദേശം 32 മിനിറ്റാണ് എടുക്കുന്നത്. സോ നല്ലൊരു വെയിറ്റ് ഉള്ളൊരു ചാർജറിന് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് വിവോയുടെ ഹെഡ്സെറ്റ്സ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എന്താ പറയുക, ഒരു സിലിക്കണും അതോടൊപ്പം ഒരു ലെതറും ഫിനിഷുള്ള ഒരു ടെക്സ്റ്റഡ് ആയിട്ടുള്ള ഒരു കേസും കൂടെ ബോക്സിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് കുറച്ച് വിവോയുടെ സ്റ്റിക്കേഴ്സും അതോടൊപ്പം നമുക്ക് കുറച്ച് യൂസർ മാനുവലും കിക്ക് സ്റ്റാർട്ട് ഗൈഡും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്ത് ലഭിക്കുന്നത്. പിന്നെ നമ്മുടെ ടൈപ്പ് സിയുടെ കേബിളും കിട്ടുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോക്സിൻ്റെ അകത്ത് കണ്ടൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ ചാർജറൊക്കെ ഇപ്പോഴും വിവോ തരുന്നുണ്ട്. സാംസങ്ങിൻ്റെ കണക്ക് ചാർജറൊന്നും തരാതിരിക്കുന്ന സ്വഭാവമൊന്നും വിവോ കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ ബോക്സ് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ സ്മാർട്ട് ഫോണിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വിവോ X80 എന്ന് പറയുന്ന ഡിവൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിക്കറും കാര്യങ്ങളൊന്ന് പീൽ ചെയ്ത് മാറ്റാം. അപ്പോൾ സ്റ്റിക്കറും കാര്യങ്ങളും മാറ്റുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്മാർട്ട് ഫോൺ ഇരിക്കുന്നത്. സോ സ്മാർട്ട് ഫോണിൻ്റെ ഈ ഒരു ബാക്ക് ഡിസൈൻ ഒന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എക്സാക്ട്ലി നമ്മുടെ വിവോ X80 സീരീസിൽ കണ്ട ആ ഒരു സെയിം സർക്കുലർ പാറ്റേൺ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കിലായിട്ട് നമുക്കൊരു ലെതറും അതോടൊപ്പം മാറ്റുമായിട്ടുള്ളൊരു ഫിനിഷാണ്. ടോട്ടലി ഒരു ബോക്സ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി കണ്ട നമ്മുടെ വിവോ V23, അതായത് കളർ ചേഞ്ച് സ്മാർട്ട് ഫോണിൻ്റെ അത് കൊടുത്തിരിക്കുന്ന ആ ഒരു ബോക്സ് ഡിസൈൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഫുൾ ബോക്സ് ഡിസൈൻ അല്ല. അതിൻ്റെ അത് നമുക്ക് കർവ്ഡ് ആയിട്ടുള്ള, അതായത് അതിൻ്റെ എഡ്ജസ് ഒക്കെ നോക്കുകയാണെങ്കിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വോളിയം കീ വരുന്ന എഡ്ജസ്. സോ അവിടെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കർവ്ഡ് ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വിവോയുടെ ബൂട്ടിംഗ് സ്ക്രീനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു സ്മാർട്ട് ഫോൺ ബൂട്ടപ്പായി ഇതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങൾ കാണിക്കുന്നതെന്നും ബാക്കി കാര്യങ്ങളും അതോടൊപ്പം ഇതിൻ്റെ ഹൈലൈറ്റ് സ്പെസിഫിക്കേഷൻസും എല്ലാം നമുക്ക് നോക്കാം. സോ ഇവിടെ സ്മാർട്ട് ഫോൺ ബൂട്ടപ്പായി വന്നിട്ടുണ്ട്. ബൂട്ടപ്പ് ആകുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഒറിജിൻ OS എന്നാണ്. ഇത് ഒറിജിൻ OSൻ്റെ എന്താ പറയുക, ഓഷൻ എന്ന് പറയുന്ന വെർഷനാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒറിജിൻ OS ഓഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറിജിൻ OS എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ചൈനയിൽ മാത്രമാണ് കിട്ടുന്നത്. ഇത് നമ്മുടെ വിവോയുടെ തന്നെ ഒഫീഷ്യൽ സോഫ്റ്റ്വെയർ ആണ്. ബട്ട് ഗ്ലോബലി ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം നമ്മൾ ഇന്ത്യയുടെ കാര്യമാണല്ലോ നോക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വൺ ടച്ച് OS എന്ന് പറയുന്ന ഒരു OS, അല്ലെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കൊണ്ടുവരുന്നത്. കാരണം ഒറിജിൻ OS ചൈനയ്ക്ക് വേണ്ടിയുള്ള വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ചൈനയിൽ മാത്രമേ അവൈലബിൾ ഉള്ളൂ. അതിൻ്റെ ഒറിജിൻ OSൻ്റെ ഒരു ഓഷൻ എന്ന് പറയുന്ന പുതിയൊരു എഡിഷനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നത്. അത് കുറച്ചുകൂടെ പ്രീമിയം ഫീൽ ചെയ്യുന്ന പുതിയൊരു OS ആണ്. സോ നമ്മുടെ ഇവിടെ ഹോം സ്ക്രീൻ ഇപ്പോൾ സെറ്റപ്പ് ആവുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. സോ ഇവിടെ നമ്മുടെ ഹോം സ്ക്രീൻ ടോട്ടലി സെറ്റപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വിവോ X80ൻ്റെ ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ നമുക്ക് ഒരുപാടധികം ആപ്ലിക്കേഷൻസ് കാണാനായിട്ട് സാധിക്കും. ഇതൊന്നും ബ്ലോട്ട്വെയർ അല്ല. ഇതൊക്കെ നമ്മുടെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഒക്കെയാണ്. ചൈനയിൽ നമുക്ക് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഒന്നും അവൈലബിൾ അല്ലല്ലോ. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക ആപ്ലിക്കേഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഹോം സ്ക്രീനിൻ്റെ അത്. അല്ലാതെ ഇത് ബ്ലോട്ട്വെയറും കാര്യങ്ങളൊന്നും അല്ല. അത് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പേടിച്ചിട്ട് കാര്യമില്ല. ഇന്ത്യയിലേക്ക് ഈ ഒരു OS തീർച്ചയായിട്ടും വരില്ല, അതായത് ഒറിജിൻ OS വരില്ല എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നമുക്കിതിൻ്റെ അകത്ത് 7.0 ഇഞ്ചസിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതേ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ട സത്യം തന്നെയാണ്. 7 ഇഞ്ചസിൻ്റെ ഒരു ഡിസ്പ്ലേ ഇവിടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ ഷൗമിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഏതൊരു സ്മാർട്ട് ഫോൺ ഇറക്കിയാലും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ് 6.7 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ കാണിക്കുന്നു. ഒരുപാടധികം കസ്റ്റമേഴ്സ് ആ ഒരു ഡിസ്പ്ലേ വലുതാണല്ലോ എന്ന് പറഞ്ഞ് അത് പോയി വാങ്ങിക്കുന്നു. ഇത് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. കാരണം 6.7 ഇഞ്ചസ് അത്രയ്ക്ക് വലുതൊന്നുമല്ല. ഈ ഒരു സ്മാർട്ട് ഫോൺ, അതായത് ഈ ഒരു 7 ഇഞ്ചസിൻ്റെ സ്മാർട്ട് ഫോൺ അത്രയും ഒരിക്കലും വലുതല്ലെന്ന് വേണമെങ്കിൽ തന്നെ പറയാനായിട്ട് സാധിക്കും. സോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് LTPO AMOLED ഡിസ്പ്ലേ ആണ്. 128 റിഫ്രഷ് റേറ്റും HDR10+ സപ്പോർട്ടബിൾ ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് നമുക്ക് ആൻഡ്രോയിഡ് 11 ആയിട്ടാണ് ഇതിൻ്റെ അകത്ത്, ആൻഡ്രോയിഡ്
12 വാട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് വരുന്നത്. 486 ppi ഡെൻസിറ്റി നമുക്ക് ഈ ഒരു ഡിസ്പ്ലേക്കകത്ത് ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ചിപ്സെറ്റും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള Qualcomm SM8450 എന്ന് പറയുന്ന ഒരു പ്രോസറാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പ്രോസർ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോസറാണ്. ഇപ്പോഴത്തെ മിക്ക 2022 കാണുന്ന മിക്ക സ്മാർട്ട് ഫോൺസിലുള്ള ഒരു പ്രോസറാണ്. അതായത് ഒരു 4nm പ്രോസറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. GPU നോക്കുകയാണെങ്കിൽ Adreno 713 ആണ്. ഗെയിംസ് കളിക്കാൻ സ്മൂത്ത്നെസ് ആയിരിക്കും. അതോടൊപ്പം ഇതിൻ്റെ സ്റ്റോറേജ് വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ 512 GB സ്റ്റോറേജും 12 GB റാം വിത്ത് UFS 3.1 ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇന്ത്യയിലേക്ക് ഈ ഒരു വേരിയൻറ്റ് തീർച്ചയായിട്ടും വരില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇത്രയും വലിയ സ്റ്റോറേജ് കൂടുമ്പോൾ അതിനനുസരിച്ച് തന്നെ പ്രൈസും കൂടും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലേക്ക് മിക്കവാറും വരുന്നത് 8 GB റാം പ്ലസ് 256 GB സ്റ്റോറേജ് ഉള്ള വേരിയൻ്റ് ആണ്. ഇനി ഇതിൻ്റെ മെയിൻ ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. 50 മെഗാ വൈഡും 8 മെഗാ പെരിസ്കോപ്പ് ടെലിഫോട്ടോ ക്യാമറയും 12 മെഗാ ടെലിഫോട്ടോയും 48 മെഗാ അൾട്രാ വൈഡ് ക്യാമറയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സീസിൻ്റെ ഒപ്റ്റിക്സ് ആണ് വരുന്നത്. സീസിൻ്റെ ടീ ലെൻസ് കോട്ടിങ്ങും ഡുവൽ LED ഫ്ലാഷ് പനോരമ അങ്ങനെ ഒരുപാട് മോഡ്സും ഫീച്ചേഴ്സും കാര്യങ്ങളും ഈ ഒരു ക്യാമറയ്ക്കകത്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുള്ളായിട്ട് 16 മെഗാ ക്യാമറയാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. സോ ഇതിൻ്റെ ബാറ്ററി ക്യാമറ റിവ്യൂ അങ്ങനെയുള്ള വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓളം വൃത്തി വയ്ക്കുക. കാരണം ഇതിൻ്റെ ഒരുപാടധികം ഇനീഷ്യലായിട്ടുള്ള റിവ്യൂ, അതോടൊപ്പം ക്യാമറ റിവ്യൂ, ഗെയിമിംഗ് റിവ്യൂ, ഗെയിം കളിച്ച് എങ്ങനെ ഇരിക്കും, ക്യാമറ എങ്ങനെയുണ്ട്, അങ്ങനെ ഒരുപാടധികം വീഡിയോ നമ്മുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് വരുന്ന ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓളം വൃത്തി ചെയ്യുക. കാരണം ഇന്ത്യയിൽ സ്മാർട്ട് ഫോൺ ഇറങ്ങുന്നതിന് മുമ്പേ നമ്മുടെ ചാനലിൽ വീഡിയോ വരും സുഹൃത്തുക്കളെ. സോ ഗോ ബിയോണ്ട് ടെക് അണ്ടിൽ ദെൻ ദിസ് ഈസ് ആത്യൻ സൈനിങ് ഓഫ്. ബൈ. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം. ടാറ്റ.